നമസ്കാരം. നമ്മളുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളുടെ കൈകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സർസൈസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരല്പം അഡ്വാൻസ് ലെവലാണ്. നിങ്ങൾക്ക് ഡിസ്ക് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തേക്കുക. അങ്ങനെയുള്ളവരെ ഈ ഒരു എക്സർസൈസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ഇതിനുശേഷം നമ്മൾ ശ്വാസം എടുത്ത് ഇതുപോലെ കാലൊന്ന് പുറയിലേക്ക് നിവർത്തും. ഇവിടെ നമുക്ക് നോട്ടം നേരെ താഴേക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു 2 അടി മുന്നിലേക്ക് നോക്കാം, അല്ലെങ്കിൽ നോട്ടം നേരെ നോക്കാം. ഓക്കെ, നമ്മൾ ഈ പ്ലാങ്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ശ്വാസം എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് വരുന്നു. ശ്വാസം വിട്ട് വലത് കാലിൻ്റെ മുട്ടൊന്ന് മടക്കി വലത് കൈയുടെ എൽബോയിൽ ടച്ച് ചെയ്തു. ഓക്കെ, നോട്ടം നേരെ ശ്വാസം എടുത്ത് പുറകിലേക്ക് വയ്ക്കുന്നു. ശ്വാസം വിട്ട് ഇടത് കാല് മടക്കി ഇതുപോലെ ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്ത് പുറകിലേക്ക് വയ്ക്കുന്നു. ശ്വാസം വിട്ട് വലത്, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട് ഇടത്, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട് വലത്, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട് ഇടത്, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട് സാവധാനം മുട്ടൊന്ന് മടക്കുക, സാവധാനം പുറയിലേക്കിരിക്കുക, റിലാക്സ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് യോഗയിൽ, നമുക്ക് ദൃഷ്ടി എന്ന് പറയും. അതിൽ നമ്മൾ താഴെ നോക്കുന്നുണ്ട്, നമ്മൾ 2 അടി മുന്നിൽ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ നോട്ടം നേരെ. ഇനി അതല്ല ഒരല്പം കൂടെ അഡ്വാൻസ് ലെവലിലൊക്കെ പോകുമ്പോഴത്തേക്കും മൂക്കിൻ്റെ തുമ്പത്ത് നോക്കുന്ന രീതിയുണ്ട്. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഞാനിങ്ങനെ നോട്ടം നേരെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് തല നേരെ വെക്കാത്തത്. തല നേരെ വെച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നേരെ താഴേക്ക് നോക്കി ചെയ്യാം. അത് കഴിഞ്ഞ് ഒരല്പം കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദൃഷ്ടി നമ്മൾ 2 അടി മുന്നിലോട്ട് വാക്കുന്നു, അതിനുശേഷം നോട്ടം നേരെയാക്കുന്നു, അതിനുശേഷം മൂക്കിൻ്റെ തുമ്പത്താക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും ഒന്ന് ചെയ്യുക.